എന്നാൽ കൊച്ചിയിൽ ഒരിക്കൽ കൂടി പോകേണ്ടത്. അവിടെ ഈ അവസാന ഘട്ടത്തിൽ എറണാകുളത്തെ സ്ഥാനാർത്ഥികളൊക്കെ വലിയ ഓട്ടപ്പാച്ചിലാണ്, വോട്ടുറപ്പിക്കണം. അതുപോലെ തന്നെ ഈ കുട്ടിക്കലാശം അതിഗംഭീരമാക്കണം. അപ്പോൾ ഇന്ന് ആരാധനാലയങ്ങൾ ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ പള്ളികളും മറ്റ് ആരാധനാലയങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികളുടെ ഒരു പ്രചാരണം, ചൂടുപിടിച്ച പ്രചാരണം നടക്കുന്നത്. നമുക്ക് കൊച്ചി കോർപ്പറേഷൻ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VK മിനിമോൾക്കൊപ്പം മൂസിന് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ പ്രചാരണ ദിവസമാണ് ഇന്ന്. കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ അതിരാവിലെ മുതൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായും നമുക്കറിയാം ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെയാണ് പ്രധാനമായും സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥനവുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് കൊച്ചിൻ കോർപ്പറേഷൻ പാലാരിവട്ടം ഡിവിഷനിലെ സ്ഥാനാർത്ഥി UDFന്റെ അഡ്വക്കേറ്റ് മിനിമോളാണ്. നമുക്കറിയാം മിനിമോളെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിലവിൽ ഇവിടെ കൗൺസിലറാണ്. വീണ്ടും ഇതേ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. പക്ഷേ ചെറിയ വെല്ലുവിളികളൊക്കെ ഉണ്ട്. കാരണം വിമതരായിട്ട് കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ തന്നെ മത്സരരംഗത്തുണ്ട്. അത് ചെറിയൊരു വെല്ലുവിളിയാണ്. എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ? പ്രചരണം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. തീർച്ചയായും ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 10-15 ദിവസമായിട്ട് പൂർണ്ണമായും ഞങ്ങൾ ഈ വീടുകളുടെ സ്ക്വാഡ് വർക്കിലും അതോടൊപ്പം തന്നെയുള്ള മറ്റ് പ്രചരണ പരിപാടികളിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഒരു നഗരത്തിൻ്റെ പ്രാദേശിക സ്വഭാവമുള്ള ഒരു ഡിവിഷനായതുകൊണ്ട് തന്നെ പലപ്പോഴും വീടുകളിൽ കടന്നു ചെല്ലുമ്പോൾ വീടുകളിൽ ആളുകളില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ നേരിട്ട് കാണാൻ മാക്സിമം ഞങ്ങളുടെ പ്രവർത്തകരും എനിക്ക് പകരമായിട്ട് വീടുകൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മാമംഗലം, എൻ്റെ ഡിവിഷൻ ഉൾപ്പെടുന്ന മാമംഗലം ചർച്ചിൽ കുർബാന കൂടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മളുടെ പ്രവർത്തനത്തിനൊപ്പം പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഒക്കെ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ദൈവം അനുഗ്രഹിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജനങ്ങളൊപ്പം നിൽക്കുന്നത് പോലെ ജനങ്ങളും അനുഗ്രഹിക്കുമെന്ന്, ദൈവം അനുഗ്രഹിക്കുന്നത് പോലെ ജനങ്ങളും എന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തവണ മേയർ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ദീപ്തി മേരി വർഗീസ് ആവട്ടെ, പിന്നെ വെറുതെ കേൾക്കുന്ന പേര് മിനിമോളുടെ ആണ്. അങ്ങനെ വല്ല പ്രതീക്ഷയുണ്ടോ? എല്ലാം പാർട്ടി തീരുമാനം വരേണ്ട കാര്യങ്ങളാണ്. പാർട്ടി നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം നിൽക്കുന്ന ഒരു എളിയ പ്രവർത്തകയാണ് ഞാൻ. കാരണം പലപ്പോഴും പാർട്ടിയുടെ തീരുമാനങ്ങൾ ധിക്കരിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടമാണിത്. കോൺഗ്രസ് തിരിച്ചുവരവിൻ്റെ ഒരു പാതയിലാണ്. ആ എന്ത് തീരുമാനവും അത് അനുസരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം ഒരു കപ്പിനും ചുണ്ടിനും ഇടയിലാണ് UDFന് ഭരണം, തുടർ ഭരണം നഷ്ടപ്പെട്ടൊരു സാഹചര്യമുണ്ട്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ ലീഗിൻ്റെ ഒരു വെല്ലുവിളിയൊന്നുമില്ല. TK അഷ്റഫൊക്കെ തന്നെ കൂടെയുണ്ട്. അപ്പോൾ വലിയ രീതിയിലൊരു പ്രതിസന്ധി ഇല്ലാന്ന് വിചാരിക്കും. പക്ഷേ കോൺഗ്രസിനകത്ത് ഈ വിമതന്മാരുടെ പ്രശ്നം, നമ്മുടെ മുൻ കൗൺസിലർ ജോസഫ് അലക്സ് ഒക്കെ തന്നെ സ്വന്തം വാർഡിൽ മത്സരിക്കുന്നുണ്ട്. അത് എത്രമാത്രം ഭീഷണിയാകും? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പാർട്ടി ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ്. കോൺഗ്രസ് പാർട്ടി ഒരു തിരിച്ചുവരവാണ്. ചെറിയകാലം ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം അങ്ങനെ ഇന്ന് അവസാനിക്കുകയാണ്. കൊട്ടിക്കലാശമാണ് ഇനി അങ്ങോട്ട്